ഘട്ട പ്രകടന പത്രിക പുറത്തിറക്കി ബി.ജെ.പി. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് സങ്കൽപ് പത്രയുടെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത്. രണ്ടാം സങ്കൽപ് പത്രയിൽ പൊതുജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള നിരവധി പദ്ധതികളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബിരുദാനന്തര ബിരുദം വരെ സൗജന്യ പഠനം, മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം തുടങ്ങി നിരവധി ഉറപ്പുകളാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യ തലസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഇതിലൊക്കെ വ്യക്തമാകുന്നതും. ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടത്തിനാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒരുങ്ങുന്നതും. ഇരു പാർട്ടികളും അവരവരുടെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഡൽഹിയിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഡൽഹി സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ KG മുതൽ PG വരെ സൗജന്യ പഠനം നൽകുമെന്നാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് 15,000 രൂപ വരെ സഹായം ലഭിക്കും. പരീക്ഷകൾക്ക് മുന്നോടിയായി നൽകിയ ആപ്ലിക്കേഷൻ ഫീ, യാത്രാ ചെലവ് എന്നിവ തന്നെ മടക്കി നൽകും. ആഭ്യന്തര തൊഴിലാളികൾക്ക് ക്ഷേമ ബോർഡ് 10 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്, മക്കൾക്ക് സ്കോളർഷിപ്പ്, ശമ്പളത്തോടു കൂടിയ 6 മാസ പ്രസവ അവധി എന്നിവ നടപ്പിലാക്കും. ഓട്ടോ ടാക്സി യാത്രക്കാർക്കും വെൽഫെയർ ബോർഡ് സ്ഥാപിക്കും. ഡോക്ടർ BR അംബേദ്കർ സ്റ്റൈഫൻഡ് സ്കീമിന് കീഴിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വരെ നൽകും. ഡൽഹി ബി.ജെ.പി. സർക്കാർ രൂപീകരിച്ചാൽ ആരോഗ്യം, ട്രാഫിക്, വൈദ്യുതി, വെള്ളം, ഗതാഗതം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്നും അനുരാഗ് ഠാക്കൂർ അറിയിച്ചു. അതേസമയം മഹിളാ സമൃദ്ധി യോജന പദ്ധതിയുടെ കീഴിൽ ഡൽഹിയിലെ ഓരോ വനിതകൾക്കും പ്രതിമാസം 2,500 രൂപ നൽകുമെന്ന പദ്ധതിയാണ് പ്രകടന പത്രികയിൽ ആദ്യം പ്രഖ്യാപിച്ചത്. ഇത് കൂടാതെ തന്നെ LPG ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു സിലിണ്ടറിന് 500 രൂപ സബ്സിഡി നൽകും. ദേശീയ തലസ്ഥാനത്തെ ബി.ജെ.പി. ഓഫീസിൽ അധ്യക്ഷൻ JP നദ്ദയായിരുന്നു ആദ്യത്തെ പ്രകടന പത്രിക പുറത്തിറക്കിയതും. വികസിത ഡൽഹിക്കായുള്ള അടിത്തറ പാകലാണ് ഈ സങ്കൽപ് പത്ര എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹോളി, ദീപാവലി ദിനങ്ങളിൽ ഓരോ സിലിണ്ടർ വീതം സൗജന്യമായി നൽകുമെന്നും അതേപോലെ തന്നെ ഗർഭിണികൾക്ക് 21,000 രൂപയാണ് പ്രകടന പത്രികയിൽ ബി.ജെ.പി. അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിൽ 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭ്യമാകും. നഗരത്തിലെ എല്ലാ ചേരി ക്ലസ്റ്ററുകളിലും 5 രൂപയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി അടൽ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കുമെന്നും ബി.ജെ.പി. വാഗ്ദാനം ചെയ്തു. 60-നും 70-നും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് 2,500 രൂപയും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 3,000 രൂപയും പെൻഷൻ നൽകുന്ന പദ്ധതിയുടെ ബി.ജെ.പി. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമം, നല്ല ഭക്ഷണം, വികസനം, സ്ത്രീ ശാക്തീകരണം, കർഷകരുടെ പുരോഗതി എന്നിവയ്ക്ക് ബി.ജെ.പി. ഭരണ പ്രാധാന്യം നൽകുന്നുണ്ടെന്നായും JP നദ്ദ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.